ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉത്സവകാലത്തിന് വീണ്ടും കൊടിയേറിയിരിക്കുകയാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചതോടെ രാജ്യം രാഷ്ട്രീയ പോരാട്ടത്തിന് നടുവിലായി കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിലും പ്രാദേശിക രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത തീയതികളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളം, ആസാം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കും. ബംഗാളിൽ മാത്രം ഏപ്രിൽ 29-ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. ഏപ്രിൽ പകുതിയോടെ എത്തുന്ന വിഷു ആഘോഷങ്ങൾക്ക് മുൻപായി തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളിയാണ്. പ്രചാരണത്തിന് ഒരു മാസം പോലും തികച്ചു ലഭിക്കാത്ത സാഹചര്യം സ്ഥാനാർത്ഥി നിർണയവും പ്രചരണ തന്ത്രങ്ങളും അതിവേഗത്തിലാക്കാൻ മുന്നണികളെ നിർബന്ധിതരാക്കുന്നു. 140 മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ഭരണം നിലനിർത്താൻ LDFും ഭരണം പിടിച്ചെടുക്കാൻ UDFും ശക്തമായ സാന്നിധ്യമാകാൻ NDAയും രംഗത്തുണ്ട്. കേരളത്തിൽ ഇത്തവണ 2.70 കോടി വോട്ടർമാരാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇതിൽ 4.24 ലക്ഷം പേർ കന്നി വോട്ടർമാരാണ് എന്നതും യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ്. ഏറ്റവും കൗതുകരമായ കാര്യം 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1571 വോട്ടർമാർ കേരളത്തിലുണ്ട് എന്നതാണ്. ഇവരുടെ അനുഭവ സമ്പത്തും വോട്ടും ജനാധിപത്യ പ്രക്രിയയ്ക്ക് വലിയ കരുത്ത് പകരുന്നു. സംസ്ഥാനത്തുടനീളം 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഭരണം തുടരുക എന്ന ലക്ഷ്യത്തോടെ CPM നേതൃത്വം നൽകുന്ന ഇടത് മുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഏറെ മുന്നിലാണ്. CPM, CPI തുടങ്ങിയ പ്രധാന കക്ഷികൾ തങ്ങളുടെ പട്ടിക ഉടൻ പുറത്തുവിടും. വികസന തുടർച്ചയും ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തിയാണ് അവരുടെ പ്രചാരണം. അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFും സജ്ജമാണ്. സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ചയോടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും വിവാദങ്ങളും ചർച്ചയാക്കാനാണ് ഇവരുടെ നീക്കം. തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ BJP ശ്രമിക്കുന്നു. A ക്ലാസ് സീറ്റുകളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ത്രികോണ മത്സരം ഉറപ്പാക്കുകയാണ് അവരുടെ ലക്ഷ്യം. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ദേശീയ തലത്തിൽ BJPക്കും പ്രതിപക്ഷ കക്ഷികൾക്കും ഒരുപോലെ നിർണായകമാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. മമതാ ബാനർജിയുടെ ഭരണ തുടർച്ച തടയാൻ BJP സർവ്വസജ്ജമായി രംഗത്തുണ്ട്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ് സമാധാനപരമായി നടത്തുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ വെല്ലുവിളിയാണ്. DMKയും AIADMKയും തമ്മിലുള്ള പതിവ് പോരാട്ടം ഇത്തവണയും തുടരുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈ മണ്ണിൽ ദേശീയ പാർട്ടികളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകുമെന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കും. ഏപ്രിൽ 23-നാണ് ഇവിടെ വോട്ടെടുപ്പ്. ആസാമിൽ BJP ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാകുന്ന ഇവിടെ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ചെറിയ മണ്ഡലങ്ങളാണെങ്കിലും രാഷ്ട്രീയ അട്ടിമറികൾക്ക് സാധ്യതയുള്ള ഇടമാണ്. ഏപ്രിൽ 9-ന് നടക്കുന്ന വോട്ടെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കുള്ള വിലയിരുത്തലായി മാറും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കിയതനുസരിച്ച് സുതാര്യവും സമാധാനപരവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ കമ്മീഷൻ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. അക്രമസാധ്യതയുള്ള ബൂത്തുകളിൽ കേന്ദ്ര സേനയെ വിന്യസിക്കും. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വോട്ട് ചെയ്യാൻ പ്രത്യേക ക്യൂ, റാപ്പ് സൗകര്യങ്ങൾ, ആവശ്യമെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തും. പണമൊഴുക്കും പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും തടയാൻ പ്രത്യേക സ്ക്വാഡുകൾ രംഗത്തുണ്ടാകും. ആകെ 17.4 കോടി വോട്ടർമാരാണ് ഈ 5 സംസ്ഥാനങ്ങളിലായി വിധി എഴുതുന്നത്. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കരുത്ത് വോട്ടർമാരുടെ കയ്യിലാണ്. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ വാഗ്ദാനങ്ങളുമായി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ വരും വർഷങ്ങളിൽ തങ്ങളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ചരിത്രപരമായ ദൗത്യമാണ് ഓരോ വോട്ടർക്കുമുള്ളത്. മെയ് 4-ന് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആര് ചിരിക്കുമെന്നും ആര് ചിന്തിക്കുമെന്നും വ്യക്തമാകും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ ഇനി വാദപ്രതിവാദങ്ങളുടെ, റാലികളുടെയും സോഷ്യൽ മീഡിയ പോരാട്ടങ്ങളുടെയും നാളുകളാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാർ വികസനത്തിനാണോ അതോ രാഷ്ട്രീയ മാറ്റത്തിനാണോ വോട്ട് ചെയ്യുക എന്നത് കണ്ടറിയണം.